നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ദിനമായ നാളെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് വിരുന്നൊരുക്കും. ക്രിസ്മസ് ഒരുപോലെ തന്നെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ്. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം ഉണർത്തുന്ന പുണ്യദിനമാണ്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ജനത ഡിസംബർ 25-ന് ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമാണ് ക്രിസ്മസ്. പുൽക്കൂടും നക്ഷത്രങ്ങളും ഒക്കെ ഒരുക്കി ക്രിസ്മസിനെ വരവേൽക്കുകയാണ് നാടും നഗരവും. അതുപോലെ തന്നെ നമ്മുടെ രാജ്യവും നാളെ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലാണ് നാളെ ഉച്ചയ്ക്ക് 12:30-ന് ക്രിസ്തുമസ് വിരുന്നൊരുക്കങ്ങൾ ആരംഭിക്കുന്നത്. മതമേലധ്യക്ഷന്മാരും ക്രൈസ്തവ സഭയിലെ പ്രമുഖരുമാണ് പങ്കെടുക്കുക. കേരളത്തിൽ നിന്നുള്ള സഭാധ്യക്ഷർ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. ഡൽഹിയിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട്. ക്രൈസ്തവ സമുദായത്തിലെ പ്രമുഖർക്കുൾപ്പെടെ വിരുന്നിന് ക്ഷണമുണ്ട്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ആദ്യമായാണ് ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രി ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് ദേവാലയം സന്ദർശിച്ചിരുന്നു. മണിപ്പൂർ കലാപത്തെ തുടർന്ന് അകന്ന ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് വിരുന്ന് സംഘടിപ്പിക്കുന്നതെന്നാണ് സൂചന. ഗോവ, മഹാരാഷ്ട്ര, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ സഭാധ്യക്ഷർക്കും വിരുന്നിന് ക്ഷണമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിലാണ് പ്രധാനമന്ത്രിയുടെ വിരുന്ന് എന്നതും ശ്രദ്ധേയമാണ്. ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ കേരളത്തിൽ NDA സ്നേഹയാത്ര സംഘടിപ്പിക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ വിരുന്ന്. ക്രൈസ്തവ വിഭാഗങ്ങളിലേക്ക് BJP അടുപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വീണ്ടും ഇറങ്ങുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. മണിപ്പൂർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയും പ്രമുഖരെയും വിരുന്നിനെ ക്ഷണിച്ച് ഒപ്പമുണ്ടെന്ന സന്ദേശം കൂടുതൽ ശക്തമായി നൽകുകയാണ് ലക്ഷ്യം. വിരുന്നിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് ക്ഷണവും സംഘാടനവും എല്ലാം. അരുൺ ജെയ്റ്റ്ലിയുടെയും സ്മൃതി ഇറാനിയുടെയും ഔദ്യോഗിക വസതികളിലും നേരത്തെ ക്രിസ്തുമസ് വിരുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി പങ്കെടുക്കാറുണ്ട്. എന്നാൽ തന്റെ ഔദ്യോഗിക വസതിയിൽ തന്നെ വിരുന്ന് സംഘടിപ്പിച്ച് വലിയ നീക്കമാണ് ഇത്തവണ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് വ്യവസായികൾ അടക്കം പങ്കെടുക്കും. നേരത്തെ ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് ദേവാലയം സന്ദർശിച്ചത് വലിയ വാർത്തകൾക്ക് ഇടവച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ ആശംസകൾ ക്രൈസ്തവ ഭവനങ്ങളിലും ആരാധനാലയങ്ങളിലും എത്തിക്കാൻ BJP കേരളത്തിൽ സ്നേഹയാത്രയും നടത്തുന്നുണ്ട്. മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം അടക്കം നാളത്തെ വിരുന്നിൽ ചർച്ചയാകാനുള്ള സാധ്യതയും മുൻപിലുണ്ട്. കേരളത്തിലെത്തിയപ്പോൾ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി കൊച്ചിയിൽ മോദി കൂടിക്കാഴ്ച നടത്തിയതും വലിയ രീതിയിൽ തന്നെ ഇവിടെ ചർച്ചയായിട്ടുണ്ടായിരുന്നു.